അങ്ങനെ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാ ഒരു സൂര്യ ചിത്രം വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രം കറുപ്പ് 250 കോടി പിന്നിട്ടതായിട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ ഈ ഒരു അപ്ഡേറ്റ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നടിപ്പിൻ നായകൻ സൂര്യ കേന്ദ്ര കഥാപാത്രമാക്കി RJ ബാലാജി അണിയിച്ചിരിക്കുക ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിരുന്നല്ലോ കറുപ്പ് എന്ന് പറയുന്ന സിനിമ. സൂര്യക്കൊപ്പം തന്നെ തൃശയും കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രത്തിൽ RJ ബാലാജി ആയിരുന്നു വില്ലൻ വേഷത്തിലെത്തിയിട്ടുണ്ടായത്. മലയാള താരങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ കളക്ഷൻ നേടി മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ആദ്യ 11 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ചിത്രം 250 കോടി പിന്നിട്ടതായിട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുമ്പോൾ 150 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന് ഇന്ത്യയിലും ഓവർസീസിലും നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കിയതാണ് ചിത്രത്തിന് ഇത്രയും വലിയൊരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ വലിയൊരു വിജയമായിട്ട് കേരളത്തിൽ മുന്നേറുന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലും അതോടൊപ്പം മറ്റ് സ്റ്റേറ്റുകളിൽ തന്നെ കറുപ്പ് തന്നെയാണ് ഇപ്പോഴും മുന്നിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് കറുപ്പിൻ്റെ കുതിപ്പ് 2ാം ആഴ്ചയിലും തുടരുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ 500 കോടി പോകുമെന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി. അപ്പോൾ കറുപ്പ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ കറുപ്പ് എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയാണെന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട.